കണിമംഗലം കോവിലകം അല്ല അയ്യോ പേര് മറപ്പോയി മഹാരാജാസ് കോളേജാ. ഇപ്പൊ അഖിലേന്ത്യാ ടീമിന്റെ ഒരു സിനിമ ഇറങ്ങിയല്ലോ. അത് ഈ കണിമംഗലം കോവിലകം പോലെ തന്നെ. കണിമംഗലം കോവിലകം, ഡെർബി, ഈ പടം ഒക്കെ ഒരുമിച്ച് ഒരു തുലാസിലിട്ട് കേട്ട പുതുമയൊന്നും ഇല്ലാത്തൊരു സിനിമ. ഇത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ തീം? ഇതൊരു പുതിയ പിള്ളേരെ കൊണ്ടുവരുമ്പോൾ തീം സെയിം എല്ലാത്തിലും. ഹൊറർ, കോമഡി, ഹോസ്റ്റൽ. ഇതിൽ ഹോസ്റ്റലുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയാം. ഇതിനകത്തൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് മൊത്തം കട്ട ചാളിയും ക്രിഞ്ചും. ഈ റീലിനകത്തുനിന്ന് ബിഗ് സ്ക്രീനിലോട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി അത് എല്ലാവരെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു തെളിവാണ് ഈ സിനിമ. ഒരു രക്ഷയില്ലടാ. ഇവര് അഭിനയം കുറച്ചുകൂടി പഠിക്കാൻ ഉണ്ട്. ഐ മീൻ ലൈക്ക് റീലല്ല, വലിയ സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഫേസ് ഇവരെ മുഖത്തെ ഇതും ആ സാധനങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. ഇവര് 3 പേരുണ്ട് കേട്ടോ. അതിൽ അഖിലനാടി, പിന്നെ പുള്ളിയുടെ പേര് എന്തോ വിട്ടുപോയി. പുള്ളി നല്ല ക്രിയേറ്ററാണ്. ഞാൻ കണ്ടന്റൊക്കെ കാണുന്നത്. എനിക്ക് റീലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ. പിന്നെ ഉള്ള ഒരു 3ാമത്തെ ആള്, പുള്ളി ഒരു ക്രിയേറ്ററാണ്, എനിക്ക് പേര് ഓർമ്മയില്ല. ആ പുള്ളിക്കാരൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അഖിലനാടി ചളി എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ. മറ്റവൻ പിന്നും കുഴപ്പമില്ല. 3ാമത്തവൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. നമുക്കൊന്നും നെഗറ്റീവ് ഒന്നും മോശമായിട്ട് പറയാനൊന്നുമില്ല. പിന്നുള്ള ഐ ആം സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട്. പുള്ളിയിൽ മാസമൊക്കെ കാണിക്കുന്നുണ്ട്. പുള്ളിയുടെ കൂടെ ഒക്കെയുള്ളൊരു സിനിമയിലൊക്കെ പോകുന്നുണ്ട്. ജോമോൻ ജ്യോതിർ അറിയാലോ. ജോമോൻ ഇവരൊക്കെ ഒരുമിച്ചാണ്. എനിക്ക് തോന്നുന്നു കുറേ റീലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവരെ. പിന്നെ സുബിൻ ടാർസൻ മുടിയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. പുള്ളി നല്ല ആക്ടറാണ്. അവരൊക്കെ സെറ്റാവും. അങ്ങനത്തെ ഇവർ പഠിച്ച് കയറി വരും. ഇവരൊന്നും ഞാൻ അങ്ങനെ മോശമല്ല. പക്ഷേ ഈ സിനിമയിൽ ഒത്തില്ല. അവർക്ക് പറ്റിയില്ല. അത് റീലിൽ നിന്ന് നേരെ സിനിമയിലോട്ട് വരുമ്പോൾ ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരുപാട് ആൾക്കാർ വന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഇങ്ങനെ കാണുന്നത് തന്നെ. ആക്ച്വലി ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ആൾക്കാർ, ഇവരെ പോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ആൾക്കാർ സിനിമയിലോട്ട് വന്ന് നല്ലപോലെ പെർഫോം ചെയ്ത് നല്ല കൈയടി വാങ്ങിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ആൾക്കാർ ഇവരെ അങ്ങനെ കമ്പയർ ചെയ്യുള്ളൂ. ബട്ട് ഓരോരുത്തർ യൂണീക്കാണ്. ഇവർ ഇമ്പ്രൂവ് വരും, മോശമല്ല. പിന്നെ ഇവരൊക്കെ സിനിമയിലോട്ട് മെയിൻ സ്ട്രീമിൽ വരണമല്ലോ. എന്ന് യൂട്യൂബിനകത്ത് നിന്നാൽ പോരല്ലോ. അപ്പോൾ അവർക്ക് ആകെ ഒരു സിനിമ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കൂല, അങ്ങ് കയറും. അങ്ങനെയൊക്കെ പറ്റുന്നതാണ്. ഒരുപാട് പേര് എനിക്ക് ഇപ്പോഴും ഹിപ്സ്റ്റർ അറിയാമല്ലോ. നമ്മുടെ ഹിപ്സ്റ്ററും രംഗണ്ണന്റെ കൂടെ ഹിപ്സ്റ്ററിന്റെ കൂടെ വേറൊരു പയ്യുണ്ടല്ലോ, ഞാൻ കഥാപാത്രങ്ങളൊക്കെ മറന്നു കേട്ടെ. എൻ്റെ മനസ്സിലാരും പേര് നിൽക്കുന്നില്ല. അവർ 3 പേരുണ്ടല്ലോ. അതിൽ ഇവർ 3 പേരും റീലിലൊക്കെ ഉള്ളവരാണ് കേട്ടോ. ക്രിയേറ്റേഴ്സാണ്. ഹിപ്സ്റ്റർ ആക്ച്വലി കണ്ടന്റ് ക്രിയേറ്റർ നമ്മൾ ഗെയിമറും സ്ട്രീമറും ഒക്കെ ആയിരുന്നു. പുള്ളി അതിനകത്ത് പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ചിലർ ഇത് നമ്മൾ അഭിനയിക്കണമെന്നില്ല. അവർക്ക് സാധനം ഉണ്ട് അവരുടെ കയ്യിൽ. നല്ല ഡയറക്ടർമാരെയൊക്കെ കിട്ടിയാൽ ചിലപ്പോൾ ഇവരും നല്ല സെറ്റാകുമായിരിക്കും. ഈ പടം രക്ഷയില്ല. ഇത് കൊള്ളൂല ഈ സിനിമ. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ചൊക്കെ നമുക്ക് അസഹനം ഇല്ലാതെ കണ്ടുകൊണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫിലൊക്കെ കാട്ടാച്ചാളി, ഡയലോഗ്സ്. കണിമംഗലം കോവിലകവും ഈ പടവും ഡെർബിയൊക്കെ നമുക്ക് എടുത്ത് റോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. നോക്കാം, നിങ്ങളൊരു ക്രിയേറ്ററാണ്. അപ്പം നമ്മൾ ആരും നിങ്ങളെ മോശം ആക്കാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങൾ ഇത് കണ്ടിട്ട് കാണുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇനിയുള്ള സിനിമകളിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. സിനിമ കിട്ടുമ്പോൾ വർക്ക് ചെയ്തിട്ട് അതിനകത്ത് കയറാൻ ശ്രമിക്കുക. ആരും ഒന്നും പഠിച്ചിട്ടൊന്നുമല്ല ആദ്യം വരുന്നത്. എല്ലാവരെ കൊണ്ടും എല്ലാം പറ്റണമെന്നില്ല. ഇമ്പ്രൂവ് ആയി സെറ്റ് ആവും. നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. ഇതുപോലത്തെ സിനിമകളിലൊന്നും പോയി തലവയ്ക്കരുത്. നിങ്ങളെ വില തന്നെ ഇടിക്കും. നിങ്ങൾ ആൾക്കാരെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കയറി വരിക എന്നുള്ളത് നിങ്ങൾ നല്ല കഷ്ടപ്പെടേണ്ടി വരും. ഈ സിനിമ ഒട്ടും വർത്ത് വാച്ചിങ് അല്ല. ഉള്ളൂടെ.